ഗൾഫ് നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് ഇന്ന് നടത്താനിരുന്ന ഇറാൻ അറ്റാക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഇത് മറ്റേ ഇതില്ലേ എന്താണ്, മഴ കാരണം മത്സര പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നൊക്കെ പറയണ പോലെ ഉണ്ട് ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം എന്നുള്ളതാണ്. എൻ്റെ പൊന്നോ, ഈ വാർത്ത വന്നതിന് ശേഷം ഉണ്ടല്ലോ, ഏറ്റവും രസം എന്താണെന്നറിയോ, ഇതിൻ്റെ താഴെയുള്ള കമൻറ്റ് വായിക്കുക എന്നുള്ളതാണ്. അങ്ങേയറ്റം കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ കോമഡി പീസായിട്ട് മാറിയിരിക്കുകയാണ് ട്രംപ് എന്നുള്ളതാണ്. അത് ഞാൻ കുറച്ച് സാധനങ്ങൾ വായിക്കാട്ടോ. മഴ കാരണം നടക്കാനിരുന്ന ക്രിക്കറ്റ് ടൂർണമെന്റ് മാറ്റിവെച്ചു എന്ന പോലെ ഈ മനുഷ്യന് കൊലയും കുരുതിയും എത്രമാത്രം ലളിതമാണെന്ന് നോക്കൂ ലോക പോലീസിന്റെ ഭ്രാന്ത്. പിന്നെ ഉള്ളത് എന്താ അറിയോ, അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, ഇന്ന് തന്നെ തുടങ്ങണം. പിന്നെ ഉള്ളത്, അടുത്തൊരു ഭീഷണി ഉണ്ടാകുന്നത് വരെ വേറൊരു ഭീഷണി ഉണ്ടാകില്ലെന്നും കൂട്ടിച്ചേർത്തു. ഇതാണ് ഈ ന്യൂസ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ വന്നൊരു സാധനം ഇതാണ്. അതായത് ഈ അടുത്തൊരു ഭീഷണി ഉണ്ടാകുന്നത് വരെ ഇനി ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതും കൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ആ സാധനം. ഇനി പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ, മലയാളത്തിൽ പറഞ്ഞാൽ ഇവന് മനസ്സിലാകില്ല, ഇംഗ്ലീഷ് നമുക്കും അറിയില്ല, പോത്തിന്റെ കാതിൽ ഓതിയിട്ട് ഒരു കാര്യമില്ല, പോയി ഇറാന്റെ അടി വാങ്ങിയിട്ട്. പിന്നെ ഉണ്ടായിരുന്നത് എന്താ പറയാ, അടുത്ത ചിങ്ങത്തിലേക്ക് മാറ്റി വെച്ചാലോ പിള്ളേച്ച, ഇങ്ങനെ കുറേ സാധനം. ഇതെന്താണോ പരീക്ഷയോ മാറ്റി വെക്കാൻ, ഓർഡർ കൊടുത്ത പെട്ടി മുഴുവൻ കിട്ടിയില്ല, അതാണ് കാരണം. എൻ്റെ പൊന്നോ, ഇങ്ങനെ കുറേ കോമഡി 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 സാധനങ്ങളാണ് കേട്ടോ ഇതിൻ്റെ കമൻറ്റിൽ വരുന്നത്. ട്വിറ്ററിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർ സായിപ്പന്മാരെന്നെ ഇങ്ങനെ ട്രോളാണ് ഇതിൻ്റെ അണ്ടറിൽ പോയിട്ട്. എന്തൊരു കഷ്ടം ആലോചിക്കണേ. ലോകത്തിൻ്റെ പോലീസ്, ലോകത്തിൻ്റെ ഏറ്റവും നെറുകയിൽ നിൽക്കുന്ന എന്താ പറയുക രാജ്യം, ലോക പോലീസ്, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി, അതേപോലെ തന്നെ ന്യൂക്ലിയർ ബട്ടൺ കയ്യിലുള്ള മഹാൻ, ഈ മനുഷ്യനെയാണ് ആൾക്കാർ ഇങ്ങനെ ട്രോളി കൊല്ലുന്നത് എന്നുള്ളതാണ്. ഇറാൻ ലോകത്തിന് ഒരു കാര്യം കാണിച്ചു കൊടുത്തു. നിങ്ങൾ ഇവരൊക്കെ കണ്ടിട്ട് മുട്ടിൽ വരച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ നെഞ്ചും വിരിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ നേരെ ഇവർ വരത്തില്ല, ഇവർക്ക് വരാൻ പറ്റൂല. ഇവരുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് പ്രിസിഷൻ അറ്റാക്ക്, ബങ്കർ ബസ്റ്റർ, ഫോസ്ഫറസ്, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര പേരുകളൊക്കെ നിങ്ങൾ കേൾക്കും. പക്ഷേ ഇതൊരെണ്ണം എടുത്ത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇവരുടെ പോക്കറ്റിൽ നിന്നൊരു ഹ്യൂജ് മണിയാണ് കാലിയായി പോകുന്നത്. അത് ഇവർക്കൊരു പ്രശ്നമാണ്. അപ്പം ഈ പേരുകളൊന്നും കേട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ നേരെ ഇത് കുറച്ചു കാലം അറ്റാക്ക് നടത്തിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇത് അൾട്ടിമേറ്റ്ലി പ്രശ്നമാവുന്നത് ഇവർക്ക് തന്നെയാണെന്നുള്ളതാണ്. ഇതാണ് ഇറാൻ കാണിച്ചു കൊടുത്തത് അസിമെട്രിക് വാർഫെയർ. അതായത് അസിമെട്രിക് വാർഫെയർ എന്ന് പറഞ്ഞാൽ സന്തുലിതമല്ലാത്ത, തുല്യമല്ലാത്ത വാർഫെയറിലൂടെയാണ് ഇറാൻ ഇത് നേടിയെടുത്തതെന്നുള്ളതാണ്. വലിയ stealth കപ്പാസിറ്റി ഉള്ള ഫൈറ്റർ ജെറ്റുകൾ ഉണ്ടോ? ഇല്ല. ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടോ? ഇല്ല. വേറെ രാജ്യങ്ങളിൽ ബേസ് ഉണ്ടോ? ഇല്ല. ആകെയുള്ള കുറച്ച് മിലീഷ്യ ഗ്രൂപ്പുകളാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലേ? അതേപോലെ തന്നെ 10-40 വർഷങ്ങളായിട്ട് ഉപരോധത്തിൽ കടന്ന് എട്ടങ്ങാറാവുന്ന ഒരു രാജ്യം. ഇത്രയേറെ നെഗറ്റീവ് ഫാക്ടറുകൾ ഇറാനെതിരെ ഉണ്ടായിട്ടും, അതേപോലെ തന്നെ ആക്രമണം തുടങ്ങുന്നതിന് മുന്നേ അവിടുത്തെ ആ റെജീമിനെതിരെ ഒടുക്കത്തെ പ്രക്ഷോഭങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. മാസാമിനി കൊല്ലപ്പെട്ടതിന് ശേഷം നടക്കുന്ന പ്രക്ഷോഭങ്ങൾ. അപ്പൊ ഇങ്ങനെ ഇത്ര അധികം അനുകൂല സാഹചര്യങ്ങൾ അമേരിക്കക്ക് ഉണ്ടായിട്ട് പോലും ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ മുന്നിൽ അമേരിക്ക തോറ്റുപോയി എന്നുള്ളതാണ്. ഞങ്ങളുടെ കയ്യിൽ USS ജെറാൾഡ് പോലെ 36 എയർക്രാഫ്റ്റുകളൊക്കെ ഇങ്ങനെ എന്താ പറയാ വഹിച്ചോണ്ട് പോകാൻ പറ്റുന്ന ഫൈറ്റർ ജെറ്റുകളൊക്കെ ഇങ്ങനെ ഓടിച്ചോണ്ട് പോകാൻ പറ്റുന്ന വലിയ കപ്പലുകളൊന്നുമില്ല, ഡിസ്ട്രോയേഴ്സ് ഇല്ല. അതേപോലെ തന്നെ ഒഹായോ പോലെയുള്ള വലിയ സബ്മറൈൻസ് ഒന്നുമില്ല. ഉള്ളത് എന്താ, കുറച്ച് കുഞ്ഞു ബോട്ടുകൾ. ആ ബോട്ടുകൾ മതി. അപ്പോൾ ഇത് ലോകത്തിന് ഇറാൻ കാണിച്ചു കൊടുത്ത ഒരു സാധനമുണ്ട്. പിന്നെ ഇറാൻ്റെ ആ ഒരു ജോഗ്രഫി എന്ന് പറയുന്നത് ഇറാൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജും കൂടിയാണെന്നുള്ളതാണ്. ഒരു ചോക്ക് പോയിന്റ് ഇറാൻ്റെ കയ്യിലുണ്ട്, അത് കൈയടക്കി ഇറാനും കൂടെ ഉണ്ട്. അപ്പോൾ ഈ അസിമെട്രിക് വാർഫെയറിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിനെയാണ് യഥാർത്ഥത്തിൽ തളച്ചിട്ടേക്കുന്നത് എന്നുള്ളതാണ്. ഭീഷണികളുടെ പെരുമഴക്കാലായിരുന്നു ട്രംപ്, അല്ലേ? ആദ്യത്തെ 1-2 ഭീഷണികളൊക്കെ വന്നപ്പോൾ ലോകം ഇങ്ങനെ കാത്തിരുന്നു.
പല ചാനലുകളും, ഇന്ത്യയിലടക്കമുള്ള പല ചാനലുകളും കൗണ്ട് ഡൗൺ വരെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ വീഴും ബോംബ് എന്നുള്ള ലെവലില് ഇപ്പൊ എറി എന്ന് പറഞ്ഞ് നിന്നിട്ട് അവസാനം വന്ന് പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ ചിന്തിക്കാനും ഒന്ന് ആലോചിക്കാനൊക്കെ സമയം തന്നിരിക്കുന്നു, കുറച്ചും കൂടെ നമ്മൾ നീട്ടി വെച്ചിരിക്കുന്നു. പിന്നെ നീട്ടലായിരുന്നു. അതിലൊരു കുറവുണ്ടായിരുന്നില്ല നീട്ടല് എന്നുള്ളതാണ്. അവസാനമാണ് ഈ കാക്കല പരീക്ഷ മാറ്റിവെച്ചു, ഓണപ്പരീക്ഷ മാറ്റിവെച്ചു, മത്സര പരീക്ഷ മാറ്റിവെച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ യുദ്ധം മാറ്റിവെച്ചിരിക്കുന്നു. അതെ, പുള്ളി ഇവരൊക്കെ വന്ന് കുറച്ച് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മാറ്റണമെന്ന്, അതുകൊണ്ട് നമ്മൾ യുദ്ധം ഒന്ന് കുറച്ചു കാലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ അഭ്യർത്ഥന സ്ട്രോങ് ആണ് കേട്ടോ. എന്താണെന്നറിയോ, ഒരു ബോംബ് ഇനി UAE മേലെയോ ഖത്തറിന്റെ മേലെയോ കുവൈത്തിന്റെ മേലെയൊക്കെ വന്നു കഴിഞ്ഞാലേ ആ രാജ്യങ്ങൾ സാമ്പത്തികമായിട്ട് തളർന്നു പോകും. അതായത് ലോകത്തിലെ വലിയ ടൂറിസം ഹബ്ബ്, ലോകത്തിലെ വലിയ ട്രാൻസിറ്റ് ഹബ്ബ്, ലോകത്തിലെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഹബ്ബ്, അതായത് ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സിലേക്ക് ലോകരാജ്യങ്ങൾ മാറുമ്പോൾ മാക്സിമം ഓയിലിനെ വിറ്റഴിച്ച് കാശുണ്ടാക്കി പുതിയൊരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കാനുള്ള UAE സ്വപ്നങ്ങൾക്ക് മേലെയാണ് ഇറാൻ വന്ന് ഡ്രോണുകൾ അയച്ചത് എന്നുള്ളതാണ്. ആരാ കാരണം? ഏറ്റവും വലിയ സ്ട്രാറ്റജിക് അലൈ ആര്? ഇസ്രായേലും അമേരിക്കയും. അപ്പൊ ഇനിയും വന്ന് വീണ് കഴിഞ്ഞാൽ മൊത്തത്തിൽ അട്ടപ്പട്ടലം പൊളിഞ്ഞു ചാടും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇതൊരു കോമിക് സാധനമായിട്ട് മാറി എന്നുള്ളതാണ്. അതായത് നമുക്ക് നിശ്ചയദാർഢ്യമുണ്ട് എങ്കിൽ എത്ര വലിയ കൊമ്പനാണെന്നുണ്ടെങ്കിലും അവനെ മുട്ടുകുത്തിക്കാം, അറ്റ്ലീസ്റ്റ് അവനെ ഒന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലേക്കെങ്കിലും മാറ്റാം എന്നുള്ളതാണ് ഈ ഡെവലപ്മെന്റ്സ് എല്ലാം നമ്മളെ കാണിച്ചു തരുന്നത് എന്നുള്ളതാണ്.